പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങൾ ഉണ്ട്. 7-ാമത് ഒന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. അപ്പോൾ കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നാം അറിയുന്നത് പോലെ കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളും നാം അറിഞ്ഞിരിക്കണം. കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നാം ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നത് പോലെ തന്നെയാണ് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നാം ഉപേക്ഷിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവ ഏതെല്ലാമാണ് കർത്താവിന് ഇഷ്ടമില്ലാത്തത്? ഗർവ് കലർന്ന കണ്ണ്, അഹങ്കാരമുള്ള നമ്മുടെ ഹൃദയം, അതുപോലെ നുണ പറയുന്ന നാവ്, വ്യാജം പറയുന്നത് കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. നിഷ്കളങ്ക രക്തം ചൊരിയുന്ന കൈ, അതുപോലെ ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി. ഇവയോടൊപ്പം തന്നെ കർത്താവ് ഒന്നുകൂടി മ്ലേച്ഛമായി കരുതുന്നു. അതാണ് സഹോദരന്മാർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നത്. എല്ലാവരും സമാധാനത്തിലും സന്തോഷത്തിലും ഐക്യത്തിലും ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ആ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ നാം അത് ഉപേക്ഷിക്കണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഹൃദയ വിശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ കാണുവാൻ സാധിക്കുക. ഹെബ്രായർ 12:14 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള മോശമായ ചിന്തകളും പ്രവർത്തനങ്ങളും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ ദർശിക്കുവാനോ കർത്താവിനോട് ഐക്യപ്പെടുവാനോ നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തെ കാണുന്നതിന് തടസ്സം നിൽക്കുന്ന അവസ്ഥകളാണ് വഴക്ക്, ശത്രുത, വിദ്വേഷം, ഭിന്നത, കലഹം, അഹങ്കാരം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രതികാര ചിന്തയുമായി കഴിയുന്ന സാഹചര്യങ്ങൾ. ഇത്തരം മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് ദൈവത്തെ ദർശിക്കുവാൻ കഴിയൂ. നമ്മുടെ ഹൃദയത്തിൽ ആരോടും വിരോധമില്ലാതെ ഹൃദയം വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം. കാരണം വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു പഠിപ്പിച്ചത് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനുമാണ്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. സഹോദരന്മാർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നത് കർത്താവ് വെറുക്കുന്ന 7-ാമത്തെ കാര്യമാണ്. ഇന്ന് എത്രയോ കുടുംബങ്ങളാണ് ഭിന്നതയിൽ കഴിയുന്നത്. നാം വചനം വായിക്കുന്നവരും വചനം ധ്യാനിക്കുന്നവരും ധ്യാനം കൂടുന്നവരും ഒക്കെയാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നാം വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവുമാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നാം വചനം വായിച്ചതുകൊണ്ടോ ധ്യാനം കൂടിയതുകൊണ്ടോ യാതൊരു പ്രയോജനവും നമുക്ക് ലഭിക്കുന്നില്ല. വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവഹിതപ്രകാരം ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനുള്ള മാർഗങ്ങളാണ് തിരുവചനങ്ങളിൽ യേശു നമുക്ക് നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നിത്യരക്ഷ പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.